ലേബി സജീന്ദ്രൻ, കൊച്ചിയിലെ 2 വീടുകളിലും സിദ്ദിഖില്ല. ഒന്നുകിൽ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ സിദ്ദിഖ് മറ്റൊരു സുരക്ഷിത താവളം തേടി എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? സുജയ, സിദ്ദിഖിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളാണ്, 3 സ്ഥലത്ത് 3 കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കുന്നത്. ഒന്നുകിൽ സിദ്ദിഖ് കൊച്ചിയിൽ തന്നെയുണ്ട്. അങ്ങനെയാണെങ്കിൽ പടമുകളിലെ വീട്ടിലോ കുട്ടമശ്ശേരിയിലെ വീട്ടിലോ സിദ്ദിഖ് ഇല്ല എന്ന് ഏതാണ്ട് ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ സിദ്ദിഖ് ഉണ്ടാവുക സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലായിരിക്കും, ഏതെങ്കിലും സുരക്ഷിത കേന്ദ്രത്തിലായിരിക്കും. അത് ബന്ധുക്കളുടെ വീടാകാം, അല്ലെങ്കിൽ സിനിമാ ലോകത്ത് വലിയ ബന്ധങ്ങളുള്ള ആളാണ്, സിനിമയിലെ ഏതെങ്കിലും സുഹൃത്തുക്കളുടെ വീട്ടിലായിരിക്കാം. ഏതെങ്കിലും സുരക്ഷിത സ്ഥാനത്ത് സിദ്ദിഖ് ഇപ്പോഴും കൊച്ചിയിലുണ്ട്. അതല്ലെങ്കിൽ ഒരു സാധ്യത സിദ്ദിഖുമായി തന്നെ ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഡൽഹിയിലേക്ക് പോകാനുള്ളൊരു സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്ന് ജാമ്യം നിഷേധിക്കുന്നത് വരെ, അതുപോലെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് വരും വരെ സിദ്ദിഖിന് അത്തരത്തിലൊരു തടസ്സമില്ല ഡൽഹിയിലേക്ക് പോകാൻ. അതായത് ഏതെങ്കിലും സാഹചര്യത്തിൽ ജാമ്യം ഹൈക്കോടതിയിൽ നിന്ന് നിഷേധിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ ജാമ്യാപേക്ഷയുമായി പോകാനുള്ളൊരു നിയമസാധ്യത. അങ്ങനെയെങ്കിൽ ഇന്ന് പുലർച്ചെ 5:45 മുതൽ ഡൽഹിയിലേക്ക് വിമാനങ്ങളുണ്ട്. രാവിലെ 13 വിമാനങ്ങൾ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും വിമാനത്തിൽ സിദ്ദിഖ് ഡൽഹിയിലേക്ക് രാവിലെ തന്നെ പുറപ്പെട്ടിട്ടുണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ സിദ്ദിഖ് ചില നെടുമ്പാശ്ശേരി വിമാനത്താവളത്തോട് ചേർന്നുള്ള ഏതോ ഒരു ഹോട്ടലിൽ ഉണ്ട് എന്നുള്ള സൂചന സിദ്ദിഖുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ ഈ നിയമപരമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങണമെന്നുണ്ടെങ്കിൽ, അതായത് ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഒരു സാഹചര്യത്തിൽ 2 സാധ്യതകളും എന്തായാലും മുൻകൂട്ടി കണ്ടു കാണുമല്ലോ. ഹൈക്കോടതിയിൽ അദ്ദേഹം ലഭ്യമായ ഏറ്റവും നല്ല അഭിഭാഷക സംഘത്തെ തന്നെയാണ് നിയോഗിച്ചത്. എന്നിട്ടും മുൻകൂർ ജാമ്യം ലഭിക്കുന്നില്ല. ഇനി സുപ്രീം കോടതിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടുത്തെയും ഏറ്റവും പ്രശസ്തനായ ഒരു അഭിഭാഷകനെ തന്നെ ആയിരിക്കുമല്ലോ സമീപിക്കുക. ഈ മുൻകൂർ ജാമ്യ ഹർജിയുമായി സുപ്രീം കോടതിയിലേക്ക് പോകാൻ അങ്ങനെയുള്ള നീക്കങ്ങൾ തുടങ്ങിയോ? ഒന്നുകിൽ സിദ്ദിഖ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ആരെങ്കിലും വഴിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ ലേബി? തീർച്ചയായും നിയമവഴിക്കുള്ള മുന്നേറ്റമൊക്കെ നടന്നു കഴിഞ്ഞു. ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് അഡ്വക്കേറ്റ് രാംകുമാറിന്റെ, സിദ്ദിഖിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാംകുമാറാണ്, മുതിർന്ന അഭിഭാഷകനാണ് ഹൈക്കോടതിയിലെ. അദ്ദേഹത്തിന്റെ ഓഫീസിൽ സിദ്ദിഖിന്റെ മകനെത്തി നിയമ നടപടികളുമായി ബന്ധപ്പെട്ട ആലോചനകളൊക്കെ നടത്തിയിട്ടുണ്ട്. അതിനർത്ഥം ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലേക്ക് ജാമ്യ ഹർജിയുമായി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നത് തന്നെയാണ്. അതായത് അഭിഭാഷകന്റെ നിർദ്ദേശാനുസരണമായിരിക്കും ബാക്കി കാര്യങ്ങൾ പോവുക. അത് അഡ്വക്കേറ്റ് രാംകുമാർ തന്നെയാണ്. അതല്ലാതെ സുപ്രീം കോടതിയിലെ ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നത് ലേബി? അഡ്വക്കേറ്റ് രാംകുമാർ, സുജയ, രാംകുമാർ വഴിയാണ് നീക്കങ്ങളൊക്കെ നടക്കുന്നത്. അഡ്വക്കേറ്റ് രാംകുമാറിന്റെ ഓഫീസിലാണ്, രവിപുരത്തുള്ള ഓഫീസിലാണ് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് സിദ്ദിഖിന്റെ മകൻ എത്തി കൂടിയാലോചന നടത്തി പോയത്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് നിയമ വഴിക്കുള്ള മുന്നേറ്റം നടത്തുന്നു, അങ്ങോട്ട് മുന്നോട്ടുള്ള പോക്ക് ആ നിയമ വഴിക്ക് തന്നെയാണ്. അതായത് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം നിഷേധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ആലോചന ഉണ്ട് എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിന്റെ ഒരു ബാക്കി കൂടെ ചേർത്ത് കൊള്ളട്ടെ. സിദ്ദിഖ് കൊച്ചിയിലില്ല എങ്കിൽ, ഡൽഹിയിലേക്ക് പോയിട്ടുമില്ല എങ്കിൽ, മറ്റൊരു സാധ്യത ഈ സമയത്ത് സിദ്ദിഖുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് സിദ്ദിഖ് തൊട്ടടുത്ത തമിഴ്നാട്ടിലേക്കോ അതുപോലുള്ള ഏതെങ്കിലും സിദ്ദിഖ് സാധാരണ പോകാറുള്ള സ്ഥലങ്ങളിലേക്കോ പുലർച്ചെ പോയിട്ടുണ്ടാകുമോ എന്നാണ്. ഏതായാലും കൊച്ചിയിലുണ്ടെങ്കിലും അതല്ല ഡൽഹിയിലോ മറ്റേതെങ്കിലും കേന്ദ്രങ്ങളിലാണെങ്കിലോ സിദ്ദിഖിനെ കുറിച്ച് കൃത്യമായ സൂചനയൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. സുജയ. ഓക്കെ, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. സിദ്ദിഖിന്റെ മകൻ ഷഹീൻ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുക, അത് തന്നെയാണ് അടുത്ത നീക്കമെന്ന് ബോധ്യപ്പെടുകയാണ്. ഒപ്പം